ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്. ശ്രീമദ് അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡം 5-ാമത്തെ കാണ്ഡാണ്. അതിൽ ഒരു പ്രത്യേക രീതിയിൽ ഈണത്തിലെ ടെമ്പോയിലാണ് ഈ സുന്ദരകാന്ഡം എഴുത്തച്ഛൻ രചിച്ചിരിക്കുന്നത്. ഇപ്പോൾ വായിക്കാൻ കുറച്ചൊരു പ്രയാസം. അതേപോലെ വാക്കുകൾ ചേർത്ത് വയ്ക്കുകൊണ്ട് ഒന്നിച്ച് കൂട്ടിച്ചേർത്ത വാക്കുകളായതുകൊണ്ട് മുറിച്ച് കിട്ടാൻ ബുദ്ധിമുട്ട്. അന്നത്തെ ലാംഗ്വേജ് നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ടുള്ള അതിൻ്റെ ചില വാക്കുകളും ചില വ്യത്യാസം. പിന്നെ എഴുത്തച്ഛൻ അന്ന് ഈ ബ്രാഹ്മണരുടെ ഒരു ഇത് കാരണം കൊണ്ട് ഒരു പതിത്വ ബോധത്തോടു കൂടിയുള്ള വാക്കുകളെയാണ് വിദൂഷകൻ പറയണ പോലെ കുറച്ചൊരു വാക്കുകൾക്കും അക്ഷരങ്ങൾക്കൊക്കെ വ്യത്യാസം. പിന്നെ സംസ്കൃതം കുറേ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എല്ലാ രാമായണങ്ങളും അധ്യാത്മരാമായണത്തിൻ്റെ വിപുലീകരണങ്ങളോ ഭാഷ്യങ്ങളോ ആണ്. വാൽമീകി രാമായണം പോലും അധ്യാത്മരാമായണത്തിൻ്റെ വിപുലീകരണങ്ങളാണ്. ആ സമയത്ത് അപ്പോൾ വാൽമീകിക്ക് ഏത് കഥയാണോ തോന്നിയത് അതിനെ ചേർത്തു എന്നാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുക. പിന്നെ കാവ്യം എന്ന നിലയ്ക്ക് കവിതാ ഭംഗിയോട് കൂടിയിട്ട് മനസ്സിൽ വന്നതെന്തോ അതിനെ വാൽമീകി മഹർഷി ചേർക്കുകയും ചെയ്തു. അതിൻ്റെ സംഗ്രഹം എടുക്കുമ്പോൾ അത് അധ്യാത്മരാമായണമായിട്ട് മാറും. അതിലൊന്നും വ്യത്യാസങ്ങളില്ല. പിന്നെ രചനാ പാടവം അത് വളരെ പ്രത്യേക രീതിയിലാണ്. ഈ ഗായത്രി അക്ഷരങ്ങളെ ചേർത്ത് വെച്ച് അതേപോലെ 24,000 ശ്ലോകങ്ങൾ, 1000 ശ്ലോകത്തിന് ഓരോ അക്ഷരം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവിടെ വാൽമീകി മഹർഷി ചെയ്തിട്ടുണ്ട്. ആദികാവ്യം എന്ന് ഈ രാമായണത്തെ ശിവനാൽ പറയപ്പെട്ടതിനെ ആദികാവ്യം എന്ന് പാർവതിയോട് ശിവൻ തന്നെ പറയണു. അതിനെ ഇപ്രകാരത്തിൽ രചിച്ചത് ബ്രഹ്മാവ് പറഞ്ഞ് നാരദൻ പറഞ്ഞ് വാൽമീകി ചെയ്തു. അത് ഒരു ഇണക്കുരുവികളിൽ ഒരു കുരുവിയെ ഒരു വേടൻ വധിച്ചപ്പോൾ ഉണ്ടായ ദുഃഖം അത് ശ്ലോകമായിട്ട് മാറി എന്നാണ്. അപ്പോൾ ആ വൃത്തത്തിൽ രചിച്ചോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാൽമീകി രാമായണം നമുക്ക് കിട്ടിയത്. എല്ലാറ്റിൻ്റെയും പ്രമാണം വാൽമീകി രാമായണത്തിൽ നിന്നും കിട്ടും എന്നാണ്. പരം കവീനാം, അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയും അതിവിശിഷ്ടമാണ് കാവ്യഭംഗി കൊണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു വാക്കുകളുടെ സംയോജനം മറ്റു പലതും കുറച്ചൊരു ലളിതാണ് ഇനി. അപ്പോൾ രാമായണങ്ങൾ ധാരാളമുള്ളതിൽ നമ്മൾ മലയാളികൾ കൂടുതൽ അക്ഷരം മലയാള ഭാഷയിൽ എന്നുള്ള നിലയ്ക്ക് ശ്രീ എഴുത്തച്ഛൻ്റെ രാമായണമാണ് എടുക്കാറ്. ഒരു കിളിപ്പാട്ട് തത്തമ്മയെ കൊണ്ട് പറയിച്ചു എന്നാണ്. ശിവൻ പാർവതിയോട് പറഞ്ഞ അതിസുന്ദരമായിട്ടുള്ള കഥയാണ് രാമായണം. അതിൽ സുന്ദരകാന്ഡം, സുന്ദരം എന്ന് പറഞ്ഞാൽ വാനരൻ എന്നൊരർത്ഥം ഉണ്ട് കേട്ടോ. അത് ഈ ഹനുമാൻ വാനരനാണല്ലോ. അപ്പോൾ വാനരനാണ് അല്ലെങ്കിൽ ഹനുമാനാണ് അത് കണ്ടുപിടിച്ചത്. ഋഷി ഹനുമാനാണ്. ഓരോ കാണ്ഡത്തിനും ഓരോ ഋഷിയുണ്ട്. അപ്പോൾ അതിൽ ഈ സുന്ദരകാന്ഡത്തിൻ്റെ ഋഷി ഹനുമാനാണ്. അവിടെ ദേവത സീതാദേവിയാണ്. അനുഷ്ടുപ്പ് വൃത്തമാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഒരു പ്രത്യേക ടെമ്പോയിൽ പ്രത്യേക ഈണത്തിൽ വായിക്കാൻ തന്നെ വിഷമമായിട്ട് ഉള്ള ഒരു രീതിയിൽ രചിച്ചു. അപ്പോൾ അത് സ്വതവേ ഒരു നല്ല പരീക്ഷണം തന്നെയാണ്. ബ്രാഹ്മണർക്കും പണ്ഡിതന്മാർക്കും കുറച്ച് പ്രയാസത്തോടു കൂടി മാത്രമേ ഈ എഴുത്തച്ഛൻ്റെ സുന്ദരകാന്ഡം വായിക്കാൻ സാധിക്കുള്ളൂ. കുറച്ച് പഠിച്ച ആൾക്കും അത് ഒന്നിങ്ങനെ വിശകലനം ചെയ്ത് നല്ലോണം ചിലപ്പോൾ ഡിക്ഷണറിയുടെ സഹായമൊക്കെ വേണ്ടി വരും. പിന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതും ചിലപ്പോൾ ഒന്നിങ്ങനെ മനസ്സിരുത്തി എടുക്കേണ്ടി വരും പണ്ഡിതന്മാർക്ക്. ഇപ്പം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അതൊന്നും അത്ര എളുപ്പമല്ല. കഥ അറിയാവുന്നത് കൊണ്ട് ആ രീതിയിൽ നമ്മളതിനെ കാണുന്നു, അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ.
ശ്രീ ഹനുമാൻ സ്വാമി കി ജയ്. ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഓം സുന്ദരകാന്ഡം. ഓം सकलशुककुलविमलतिलकितकळेबरे सारस्य पीयूषसारसर्वस्वमे कथय मम കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊൾകെന്നരുളി ചെയ്തു. സമുദ്രലംഘനം 12 ഭാഗങ്ങളാണ്. അതിൽ രണ്ടാമത്തെ ഭാഗം സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുദാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോടമിത ബല സഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും. മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിദാശരേശാലയേ. അജതനയ തനയശര സമമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീമഹം. അഖില ജഗദധിപനോടു വിരവോടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. അഖില ജഗദധിപനോടു വിരവോടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണ ഹരനാമകം പ്രണതജന ബഹുജനന മരണ ഹരനാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ. ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാ കിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ. കിമപി നഹി ഭയമുദധി സപതി തരിതും നിങ്ങൾ കീശപ്രവരരെ ഖേദിയായി ഗേതുമേ. ഇതി പവനതനയനുര ചെയ്തുവാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്നാ കുഞ്ചിതാഘ്രിയായൂർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. ഇനി മൂന്നാമത്തെ ഭാഗം മാർഗവിഘ്നം. പദഗപതിരിവ പവനസുതനഥ വിഹായ സാ ഭാനുബിംബാഭയാ പോകും ദശാന്തരെ. അമര സമുദയമനില തനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ. സുരസയൊടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലജമതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ ഗഗനപഥി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധൗ മേവിനാൾ. കഠിനതരമലറി അവൾ അവനോടുര ചെയ്തിതു കണ്ടിലയോ ഭവാനെന്നിക്കബീവരാ. ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചതീശ്വരൻ. വിധിവിഹിതമശനമിതു നൂനമദ്യത്വയാ വീരാ വിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ. മമ വദന കുഹരമതിൽ വിരവിനൊടു പൂക നീ മറ്റൊന്നുമോർത്തു കാലം കളയായികെടോ. സരസമിതി രഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ട നീലാത്മജൻ ചൊല്ലിനാൻ. അഹമഖില ജഗദധിപൻ അവര ഗുരുശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശ്വവാ വരുന്നതുമുണ്ടു ഞാൻ. ജനക നരപതി ദുഹിതൃചരിതമഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ.
തവ വദന കുഹരമതിലാപഗത ഭയാകുലം താൽപര്യമുൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ അനൃതമകതളിരിൽ ഒരു അനൃതമകതളിരിൽ ഒരു പൊഴുതും അറിവീലഹമാശുമാർഗം ദേഹി ദേവീ നമോസ്തുതേ. തദനു കവികുലവരനോടവളു മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതി യതി സപതി സാദരം വാ പിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലും ഉടലുമൊരു യോജനായാമമായാശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികതര വദന വിവരമൊടനാകുലമത്ഭുതമായ 5 യോജന വിസ്തൃതം പവനതനയനും അതിനു ഛടതി 10 യോജന പരിമിതി കലർന്നു കാണായോരനന്തരം. നിജമനസി ഗുരു കുതുകമൊടു സുരസയും തഥാ നിന്നാളിരൂപതോ യോജന വായുമായി മുഖകുഹരമതിവിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലം ഇത് അയം അമലൻ അരുത് ജയമാർക്കുമെന്ന് 50 യോജന വാ പിളർന്നീടിനാൾ. അതു പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായ അങ്കുഷ്ഠതുല്യനായുൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരം അവനുമുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു പോയിനാൻ. ശൃണുസുമുഖി സുരസുഖപരേ സുരസേ ശുഭേ. ശൃണുസുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണസരസിജയുഗളമേവ തേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢ വചന നിശമദന ശാന്തരേ ഹരേ. പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരേ പ്ലവക പരിവൃഢ വചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയം. വരിക തവ ജയം അതിസുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ. രഘുപതിയുടെ അഖിലമറിയിക്ക തൽകോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബലവിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലം അവൾ അവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയം. പവനസുതനഥ ഗഗനപഥി ഗരുഡ തുല്യനായി പാഞ്ഞു വാരാവാരമീതേ ഗമിക്കുമ്പോൾ. ജലനിധിയും അചലവരനോടു ചൊല്ലിയിടിനാൻ. ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. സഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനം അവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങിത്തളർച്ച തീർത്തിയിടണം. മണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖരി തനയൻ അഹമറിക കപിവീര നീയൻ മേലിരുന്നു തളർച്ചയും തീർക്കെടോ. സരിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാദവും ദാഹവും തീർത്തു പൊയ്ക്കൊള്കെടോ. അമൃതസമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായ ആശുപോകും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമിതറിക. രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനുമനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തദനു ജലനിധിയിൽ
അതിഗഭീരദേശാലയെ സന്തതം വാണഴും ഛായാഗ്രഹേണിയും സരിതധിപനുപരി പരിചൊടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവംഘ്രിപാദേന കൊന്നിടിനാൻ തൽക്ഷണേ. നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനും. ദശവദന നഗരമതിവിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുലഫലകുസുമദളയുത വിടവിസങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം. അമരപുര സദൃശം അംബുധി മധ്യേ ത്രികൂടാചലോപരി മാരുതി. കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരൂപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ. പരവശതയൊടു ചടുതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചര കുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരീപുരം ഗമിച്ചിടിനാൻ. പ്രകൃതി ചപലനും അധിക ചപലം അചലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനിമകൾ അടിമലരും അകതളിരിലോർത്തും കൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭരം. ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്. ഇനി ലങ്കാലക്ഷ്മി മോക്ഷമാണ്. ഇപ്പോൾ സുന്ദരകാന്ഡത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒരു 17-18 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർത്തു. ഇനി അടുത്തതിൽ വായിക്കാം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ.